തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപ്പിലാക്കുന്നതോടെ സന്യാസിമാരുടെ പേര് വെട്ടിപ്പോകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. സാക്ഷാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ സംശയം ഉടലെടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ SIR നടപ്പാക്കുമ്പോൾ ലൗകിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന സന്യാസിമാരുടെ പേര് വെട്ടിപ്പോകുമോ എന്ന ആശങ്ക സംഘപരിവാർ സംഘടനകളുടെ ഉറക്കം കെടുത്തുകയാണ്. ഇതോടെ SIR-നെ കണ്ണും പൂട്ടി പിന്തുണച്ച BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും നേരിടാത്ത പ്രശ്നക്കുരുക്കിലാണ് BJP എത്തി നിൽക്കുന്നത്. മിക്ക സന്യാസിമാരും അമ്മയുടെ പേര് ജാനകി എന്ന് എന്യൂമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് തിരിച്ചടിയായി മാറുന്നത്. സാക്ഷാൽ ശ്രീരാമന്റെ പത്നി സീതയുടെ മറ്റൊരു പേരാണ് ജാനകി. ലൗകിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതം നയിക്കുന്ന സന്യാസിമാർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ യഥാർത്ഥ അമ്മമാരുടെ പേര് ചേർക്കാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടാതെ വരുമെന്നതാണ് BJP നേതൃത്വത്തെ കുഴക്കുന്നത്. വാരാണസി, അയോധ്യ, മധുര, വൃന്ദാവൻ എന്നിങ്ങനെ ക്ഷേത്ര നഗരങ്ങൾ അനവധിയുള്ള സംസ്ഥാനത്ത് അമ്മയുടെ പേരിന്റെ പേരിൽ സന്യാസിമാർ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് തീവ്ര ശ്രമം. വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന സന്യാസിമാരുടെ എണ്ണം അയോധ്യയിൽ മാത്രം 16,000 ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. അയോധ്യയിൽ മുൻ BJP MPയും VHP നേതാവുമായ റാംവിലാസ് വേദാന്തിയും ഫോമിൽ അമ്മയുടെ പേര് ജാനകി എന്നാണ് പൂരിപ്പിച്ച് നൽകിയിരിക്കുന്നത്. മിക്ക സന്യാസിമാരും ആ പേര് നൽകുമ്പോൾ മറ്റു ചിലർ ശ്രീരാമന്റെ അമ്മയായ കൗസല്യയുടെ പേര് നൽകാറുണ്ട്. പേരിന്റെ കോളം ശൂന്യമായി വിടരുതെന്ന് BJP അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്യാസിമാരും സാധുമാരും പിതാവിന്റെ പേരിന്റെ കോളത്തിൽ തങ്ങളുടെ ആത്മീയ ഗുരുവിന്റെ പേരാണ് നൽകാറുള്ളത്. കുടുംബജീവിതവും ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഗുരുവിന്റെ പേര് പിതാവിന്റെ പേരായി കൊടുക്കുന്ന അവർ മാതാവിന്റെ പേര് പൂരിപ്പിക്കാതെ ശൂന്യമായി വിടാറാണ് പതിവ്. എന്യൂമറേഷൻ ഫോമിൽ പിതാവിന്റെ പേരില്ലെങ്കിലും കുഴപ്പമില്ല, മാതാവിന്റെ പേര് നിർബന്ധമായി നൽകണം. അമ്മയുടെ പേരുൾപ്പെടെ അടിസ്ഥാന വിവരങ്ങൾ ഫോമിൽ ചേർത്തില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുമെന്ന് കരുതുന്നതായി അയോധ്യയിലെ മുതിർന്ന പ്രാദേശിക BJP നേതാവ് ആശങ്ക പങ്കുവെക്കുകയാണ്. അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. 16,000 സന്യാസിമാർ ഉണ്ടെന്ന് കണക്കാക്കുന്ന അയോധ്യ ഉൾപ്പെടെയുള്ള ഫെസാഹാബാദ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനുഭവമാണ് BJPയുടെ ഈ ആശങ്കയ്ക്ക് കാരണം. ചുരുക്കത്തിൽ SIR എന്ന പാമ്പിനെ തോളിലിട്ട അവസ്ഥയിലാണ് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ.